ഒന്നിനും ഉപകരിക്കില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പം ഈ ജീവനും ആത്മാവും ഉള്ളത് ദൈവവചനത്തിന് മാത്രമേ ഉള്ളൂ. കഥകൾക്കില്ല. കഥകൾക്കും കെട്ടുകഥകൾക്കൊന്നും ഈ ജീവനില്ല. കേട്ട ജീവനുള്ളതുപോലെ തോന്നും, പക്ഷെ ജീവനില്ല. പൗലോസിലെ സുവിശേഷം പ്രസംഗം വലിയ സുവിശേഷ പാഠമൊന്നുമില്ല, വലിയ മിടുക്കനൊന്നുമല്ല, ഒരു സാധനമില്ല. പൗലോസ് പറയുന്നുണ്ടത് 1 കൊറിന്തോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വചനം. ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനാവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനസിക വിജ്ഞാനമാകാതെ ദൈവത്തിൻ്റെ ശക്തിയാകാനായിരുന്നു. അത് സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം വചനം, ഈശോയുടെ അധരത്തിൽ നിന്ന് വരുന്ന വചനം ഭക്ഷിക്കണം. ആ വചനം മാത്രമേ ഹൃദയത്തിൽ ഇരുന്നാൽ മാത്രമേ അഭിഷേകം ഉണ്ടാവുള്ളൂ. പരിശുദ്ധമായ വചനം ഉണ്ടാകണം. വചനം ഇല്ലെങ്കിൽ ഇല്ല. ദൈവവചനം, വചനം ലോകത്ത് ദൈവവചനം ബുദ്ധി വെച്ചിട്ട് കാര്യമില്ല, ഇൻ്റലക്റ്റ് ഒരു കാര്യമില്ല, അവിടെ പ്രവർത്തിക്കില്ലത്, അഭിഷേകം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഹൃദയത്തിലോട്ട് കൊടുക്കുന്നത്. ഹൃദയത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത്. സർവ്വത്തിൽ പറഞ്ഞേ ഹൃദയത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത്. യോഹന്നാൻ 19:34 പടയാളികൾ ഒരുവൻ അവനെ ചങ്കിലേക്ക് കുന്തം കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? കുന്തം കൊണ്ട് കുത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് എന്ത് വന്നു? പറഞ്ഞേ, രക്തവും ജലവും ഒഴുകി. സർവ്വത്തിൽ ഹല്ലേലൂയ. അത് ആരുടെ കണ്ണിലോട്ട് വീണു? ലോങ്കിനോസ് ഒറ്റ കണ്ണൻ്റെ കണ്ണിലോട്ട് ഒറ്റ വീഴ്ച. ഉടനെ അവൻ്റെ കണ്ണ് തുറന്നു. കാരണം ജീവൻ, ആത്മാവ് അങ്ങോട്ട് ഒഴുകി. ജീവനും ആത്മാവ് അവൻ്റെ ഓറിജിൻ. അപ്പോൾ ഹൃദയത്തിലിരിക്കുന്നത്, ഹൃദയത്തിൽ ജീവനും ആത്മാവ് ഒഴുകി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിലേക്ക് വചനമിരിക്കണം, ആ മനസ്സിലിരിക്കണം, ഉള്ളിലിരിക്കണം. അത് അവിടെ ഹൃദയത്തിലിരിക്കും. ബുദ്ധിയിലിരിക്കുമുണ്ടോ ചോദ്യങ്ങളാണ്, ഇവിടെ സംശയങ്ങളാണ്. ബുദ്ധിയിലെടുക്കുമ്പോൾ മൊത്തം സംശയമാണ്. അത് ശരിയാകുമോ, അത് ശരിയാകും, ഇതങ്ങനെയല്ലെങ്കിൽ. കാരണം മനുഷ്യ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ബുദ്ധിയിലിരിക്കുമ്പോൾ. ഹൃദയത്തിലിരിക്കുമ്പോൾ അത് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ട് കണ്ണും പൂട്ടുകളും വിശ്വാസം. ബുദ്ധിയുക്തിയും ഹൃദയം വിശ്വാസവും. കൈയടിച്ച് തന്നു പറഞ്ഞ സ്തുതിക്ക് 2 കരം പഠിച്ച പറയും ഹല്ലേലൂയ. വിശ്വേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ ഞാൻ എന്ത് ഭക്ഷിക്കണം? അതുകൊണ്ട് നമ്മൾ വചനത്തെ ഭക്ഷണമായിട്ട് പറയും. ആ ശരീരത്തിനത് ഭക്ഷണമല്ല, പക്ഷേ ആത്മാവിനത് ഭക്ഷണമാണ്. വചന ആത്മാവിൻ്റെ ഭക്ഷണം ഒന്നേ ഉള്ളൂ, ദൈവവചനം. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പലതവണ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് 1995 പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 15 ദിവസം കൊണ്ട് ഞാൻ 2000-ത്തിലധികം ദൈവവചനം കാണാപ്പാഠം പഠിച്ചു. എന്നിട്ടത് മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അത് മാത്രമേ എനിക്കുള്ളൂ. ഭാവിയായി എന്നെ കർത്താവ് സഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്കാകെയുള്ളൂ ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. വേറെ ഒരു സംഭവം എനിക്കില്ല. പുസ്തകങ്ങളില്ല, കഥപുസ്തകങ്ങളില്ല, ടെലിവിഷനില്ല, സിനിമകളില്ല, സീരിയലില്ല. യേശുവേ സ്തുതിക്കുക. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നേനെ. യേശുവേ സ്തുതിക്കുക. എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും. എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും. എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ ഏറ്റുപറയും, എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ തള്ളിപ്പറയും. യേശു സ്തുതിക്കുക. എന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച വചനമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. 13-ാം അധ്യായത്തിൻ്റെ 44, 45, 46 സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. പരിശുദ്ധമാവിന് പറഞ്ഞു വചനം നിധിയാണ്. വചനം നിധിയാണ് ഈശോ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്ത് വായിച്ചത്. ഞാൻ വലിയ ഫിലോസഫറായിരുന്നു. ഞാൻ ലോകത്തിൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വായിക്കുന്ന ആളായിരുന്നു.
ആ നാളുകൾ ഞാൻ എൻ്റെ ലൈബ്രറിയിൽ, ഞങ്ങളുടെ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് അങ്ങോട്ട് മണിക്കൂറുകൾ വായിക്കുകയും പഠിക്കുകയും ഫിലോസഫിയും എല്ലാ സാധനവും, എല്ലാ സയൻസും കവർ ചെയ്യുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന് പറഞ്ഞു, നിധി ഇതൊന്നുമല്ല, നിധി ദൈവവചനമാണ്. ഇതുകൊണ്ട് പോയാലൊന്നും പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റില്ല. പൗരോഹിത്യം അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തോടെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഈ നിധി കൈ വേണം. അത് പറയാണ്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം, അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും. മറച്ചു വെച്ചു. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ ആരാധന. കാരണം ആദ്യ നാൾ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ആരോടും പറയാറില്ല. എന്നാ കാണിച്ചു, ഞാൻ വെറുതെ പുസ്തകം വായിച്ചോണ്ട്. കാരണം ആർക്കും ഇത് പിടിക്കില്ലെന്ന് എനിക്കറിയാം. ഇതൊരു സമയം കളയാതെ വേറെ പുസ്തകം വായിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരും കാണാതിരുന്ന് പഠിച്ചു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോട് ചോദിച്ചാൽ, എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് ചോദിച്ചാൽ. ഇതൊരു രഹസ്യമാണ്, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. എല്ലാവരും പരിഹസിക്കാൻ സാധ്യതയുണ്ട്. ഇത് ബൈബിളും പിടിച്ചോണ്ടല്ലേ, അതുകൊണ്ട് ഒളിച്ചു വെച്ച് പഠിച്ചു. ഇതിനകത്ത് ഇത്ര വല്ല കാര്യമുണ്ടോ? നിധിയാണെന്ന് കണ്ടുപിടിച്ചു, നിധിയാണെന്ന് കണ്ടുപിടിച്ചു. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം, അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്. ഞാൻ മൊത്തം വിറ്റു. ഫ്രണ്ട്ഷിപ്പുകളും പരിപാടികളും ഓടിച്ചു. കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കളിക്കാൻ പോക്കൊക്കെ കുറച്ചു. മറ്റു പുസ്തകങ്ങളും എല്ലാം വിട്ടു. ഉത്സവങ്ങളും പരിപാടികളൊക്കെ മാറ്റിവെച്ചു. കാരണം എല്ലാം വിറ്റാലേ ഈ നിധി കിട്ടുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് കിട്ടില്ല. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക പറ്റില്ല. ഒരുമിച്ച് കിട്ടും, അതായത് ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കണം. ഏത് വേണം? സത്യം പറഞ്ഞാൽ ഞാൻ മുറുകെ പിടിച്ചപ്പോൾ ഞാനൊരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ ഒറ്റപ്പെട്ടു പോയി. സ്തുതിക്കുന്നത് എൻ്റെ ആത്മീയ ഗുരു എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ നടത്തൽ പറഞ്ഞ കാര്യമാണ്, ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റയ്ക്ക് സഹിക്കുക. വചനത്തെ മുറുകെ പിടിച്ചാൽ ആദ്യം നമ്മൾ ഒറ്റപ്പെടും, പക്ഷെ അതിനുശേഷം എല്ലാം കൂടി ഇങ്ങോട്ട് വരും. കാരണം നിധിയിരിക്കുന്നവൻ്റെ അടുക്കിലേക്ക് ആള് വരും. നിധി കിട്ടാൻ വേണ്ടി വരും. അപ്പം നമ്മൾ നിധി കൊടുക്കും. നമ്മൾ നിധിയുടെ കച്ചവടക്കാരാവും. നിധി പകർന്ന് കൊടുക്കുക, ഫ്രീ ആയിട്ട് കൊടുക്കുക, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. ദാനമായി കിട്ടി, ദാനമായിട്ട് കൊടുക്കും. ₹1 പോലും മേടിക്കാൻ കൊടുക്കും. കാരണം ഇതൊരു രൂപ വെച്ചാൽ വില വെക്കാൻ പറ്റത്തില്ല. കാരണം 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് കർത്താവേ അങ്ങയുടെ അതരത്തിൽ നിന്ന് വരുന്ന ഒരു വചനമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വില കൂടിയതാണ്. അപ്പോൾ ഇതെങ്ങനെ വില വെക്കാൻ പറ്റും? അതുകൊണ്ടാണ് എൻ്റെ ആത്മീയഗുരു പറഞ്ഞിരുന്നു, സ്വന്തം കാഴ്ച പിരിച്ചേക്കരുത്. 24 വർഷമായി ഞാൻ എൻ്റെ കൺവെൻഷനൊക്കെ പോകുമ്പോൾ പാവങ്ങൾ ശുശ്രൂഷകളൊക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യിക്കാൻ പറ്റത്തില്ല, കഷ്ടപ്പെടുന്നതല്ലേ. എനിക്കിഷ്ടമില്ല. ധ്യാനകേന്ദ്രം തുടങ്ങിയപ്പോൾ ഇന്നേ വരെ ആ പരിപാടി നടത്തിയിട്ടില്ല. കാരണം വെച്ചാൽ ഇത് വില വെക്കാൻ പറ്റത്തില്ല. വില വെക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ബിയോണ്ട്. പക്ഷേ സെൻറ്ററൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. ഇവിടെയൊക്കെ നല്ല ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസമുണ്ട്. ഭയങ്കര ഞെരുക്കോ, ഭയങ്കര വിഷമോ. കൊണ്ടുപോകണ്ടേ, ഇതെല്ലാം നടത്തണ്ടേ. സ്തുതിക്കുക. നല്ല പ്രയാസമുണ്ട്. ഹല്ലേലൂയാ. ആവശ്യമില്ലാഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, മറിച്ച് നിങ്ങളുടെ മുമ്പിലൊരു മാതൃക കാണിക്കണം. അതായത് ഇതിനേക്കാളും വിലയുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിനെന്ന് എനിക്ക് നിങ്ങളുടെ വെളിപ്പെടുത്തും. വേറെ ഒരു കാര്യമില്ല. കരങ്ങൾ ഉയർത്തപ്പെടുക. ഹല്ലേലൂയാ. യേശുവേ ആരാധന. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പത്രോസ് പൗലോസ് ഇങ്ങനെ അഭിഷേക പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ശമയം വന്നിട്ട് പറയും. ശമയം എന്ന് പറഞ്ഞ ഒരുത്തിന് 8ാമത്തെ അപ്പോസ്തലനാമത്തെ 8ാമത്തെ വെച്ച് ഇച്ചിരി പൈസ കൊടുത്ത് പറഞ്ഞു, അവരെ എനിക്കും തരാമോ? ഇതാണ് എനിക്ക് കിട്ടുകയാണെങ്കിൽ 10 കാശ് ഉണ്ടാക്കാം. ഇത് പത്രോസിൻ്റെ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹല്ലേലൂയാ.
ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ ഞാൻ US-ലെടുത്ത് ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാം നടത്താൻ നിന്നപ്പോഴാണ് എനിക്കറിയാം, നല്ലൊരു മനുഷ്യനാണ്, നല്ല മലയാളിയായ ഒരു ഷോടോ പുള്ളി അവിടെയുള്ള. അപ്പോൾ അച്ഛന് ഇവിടെ നല്ല മാർക്കറ്റ് കിട്ടും, പ്രസിലോഷ് ഇങ്ങോട്ട് പോരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഈ മനുഷ്യൻ്റെ ഇൻവിറ്റേഷൻ എനിക്ക് തന്നേക്കരുത് പ്രസിലോഷ്, ഇനി ആ പ്രദേശത്തോട്ടേ ഞാൻ വരത്തില്ല. കാരണം ഇത് 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്, ഉന്നതമാണ് ഇതിന്റെ വില. അത് കണ്ടു, അതാ നിധിയാണിത്, നിധിയാണിത്. യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, കൃപയുടെ വചനം. കൈയടിച്ച് കർത്താവെന്ന് പറഞ്ഞു, കട്ടഴിഞ്ഞ് പോട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയാണ് ഞങ്ങൾ ആത്മാക്കളെ വാങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കളെ പിടിച്ചു മേടിക്കുന്നത് ഇത് വെച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ആത്മാക്കളെ പിടിച്ചെടുക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ വചനമാണത്. ഒത്തിരി ആത്മാക്കളെ പിടിക്കാനുള്ള നിധിയാണ് ഈ വചനം ഒന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ഇത് വെച്ചിട്ട് ആത്മാക്കളെ പിടിക്കും. കാരണം ആത്മാക്കൾ നിധിയുടെ അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഓടിയത് സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വിശ്വ ആരാധന. ദൈവവചനം, 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 വേറൊന്നും വേണ്ട. ബൈബിൾ എഴുതിയിട്ടുണ്ട്, അവസാന ആളുകൾ വചനത്തിനായിട്ട് ഓടി നടക്കുമെന്ന് പറഞ്ഞു. ഓടി നടക്കും. കിട്ടിയല്ലോ, കിട്ടത്തില്ല, വചനം കിട്ടത്തില്ല. ഇതെല്ലാം വചനം കിട്ടും. വെള്ളം ചേർത്ത വചനം, പാല് കിട്ടും, വെള്ളം ചേർത്ത് പാലാ. പ്രൈസ് യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇഷ്ടം പോലെ പാലും, പക്ഷെ മൊത്തം ഒരു 2 ദിവസം കഴിയുമ്പോൾ അറിയാം, വെള്ളവും രണ്ടും തമ്മിൽ മാറിക്കിടക്കുന്നത് കാണാൻ പറ്റും. ധ്യാനം കൂടി 8-ാം പക്കം പഴയ പോലെ, 15-ാം പക്കം അതുപോലെ. കാരണം വെള്ളം ചേർത്തു. യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. ഹല്ലേലൂയാ. വചനം ഭക്ഷിക്കണം, വചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പരിശുദ്ധ അമ്മയെ പോൽ വചനമുള്ളൂ, ദൈവവചനം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പിശാചിന് പോലും മനസ്സിലായി വചനത്തിൻ്റെ പവർ. പക്ഷെ ഇവിടെ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? പിശാച് എങ്ങനെ വെച്ചാൽ മനസ്സിലായത്? പിശാച് യേശു പറഞ്ഞു, ഈ കല്ലുകളോട് അപ്പാവും. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ പവർ മനുഷ്യനേക്കാളും അറിയാം. ആർക്കറിയാം? അതുകൊണ്ടാണ് ഈശോയോട് ക്ലാസ് കൊടുക്കുക. അങ്ങോട്ട് നിനക്ക് കിട്ടിയ വചനം നീ എന്തിനാ ഈ വിശന്നിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇതെടുത്ത് നീ കല്ലിനോട് പറഞ്ഞാൽ മതി, അത് 1 സെക്കൻഡ് കൊണ്ട് അത് അപ്പമായിട്ട് അതങ്ങ് മാറിക്കിട്ടും. അവന് പോലും അറിയാം വചനത്തിൻ്റെ ജീവനും വലിപ്പവും വിലയറിയാം. പക്ഷെ നിനക്കറിയാം? പിശാചിന് പോലും അറിയാതിൻ്റെ വിലയറിയാം. പക്ഷെ നിനക്കറിയാവോ? യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ഈ കൃപ കിട്ടുന്ന പൗലോസ് പറയുന്നുണ്ട്, ഈ 2 കോസ് 2 പോയിന്റ്, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ടെന്നാൽ ഞങ്ങൾ അവരെ പോലല്ല. അങ്ങനെ പോകാൻ പൗലോസ് കിട്ടി. 1 കുറേ 40 അടി, 3 തവണ മരണവക്രത്തിൽ, കപ്പൽ അപകടം, എല്ലാം പറ്റി. കാരണം വെള്ളം ചേർത്തില്ല. പക്ഷെ അവസാനം പൗലോസ് അപ്പസ്തോലന്മാരിൽ അഗ്രഗണ്യനായിട്ട് കർത്താവ് അവനെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. സഭയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കാര്യം 12 അപ്പസ്തോലന്മാർ ഈശോ തിരഞ്ഞെടുത്ത, ശരിക്കും ഈശോ നേരിട്ട് തിരഞ്ഞെടുത്ത ആളല്ല പൗലോസ്. രണ്ടാമത് വരുന്നത് നമുക്കറിയാം, പെന്തക്കോസ്തൊക്കെ ശേഷം വരുന്നത്. ഈശോയുടെ ആദ്യത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലില്ല. പക്ഷെ പിന്നീട് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, റോമിലെ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ പിന്നീട് അതാണ് പൗലോസ് അകാലജാതനെന്നതുപോലെ അവസാനം അവിടെ നിന്ന് എനിക്കും പ്രത്യക്ഷനായി. അകാലജാതനാണെങ്കിലും അവസാനം വന്നപ്പോൾ അവൻ 1-ാം സ്ഥാനത്ത് തന്നെ എത്തി. കാരണം അവൻ ദൈവവചനത്തിൽ വെള്ളം ചേർക്കാതെ അത് ഭക്ഷിച്ചതുകൊണ്ട് അതവനെ മഹത്വത്തിൻ്റെ സാക്ഷിയാക്കി അവനെ ഉയർത്തിയേ. രണ്ട് കാര്യം പറഞ്ഞു, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ കലർപ്പില്ലാത്ത, കള്ളത്തരയില്ലാത്ത, ശുദ്ധമായ, പരിശുദ്ധമായ ദൈവവചനം നീ ഭക്ഷിക്കണം. അപ്പോഴാണ് നീ പോകുന്ന വഴി കൃപയൊഴുകും. നിന്റെ വീട്ടിൽ അഭിഷേകം ഉണ്ടാവും, നിന്റെ മക്കൾക്ക് അഭിഷേകം ഉണ്ടാവും.
നിൻ്റെ നിഴലേറ്റാൽ മതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ കൊടുത്തുകൊണ്ടിരിക്കും. കാരണം നീ കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു വാഹകനാണ്. പ്രൈസ് വചനത്തെ കൊണ്ടുപോകുന്ന വ്യക്തി സർവ്വത്തെ പറയും ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈശോ എടുക്കുന്നു. കുടിക്കാൻ കൊടുക്കുന്നു എന്നറിയോ? വചനമാണ് കൊടുക്കുന്നത്. വചനം, ദൈവവചനം. അതുകൊണ്ട് യോഹന്നാൻ തുടങ്ങിയത് തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെയാണ്. വചനം ദൈവമായിരുന്നു. എല്ലാം അവൻ വഴിയുണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. യോഹന്നാന് മനസ്സിലായി, ദൈവവചനത്തിൻ്റെ പവർ മനസ്സിലായി. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. തിരുസഭ ഓരോ ദിവസവും ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ കാസയും വിലാസയിലും അത്ഭുതമുണ്ടാകുന്നുണ്ടല്ലോ. ഈശോയുടെ ശരീരം രക്തമായിട്ട് മാറുന്നു. എൻ്റെ കാരണം സഭ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ദൈവവിശ്വാസം കൊണ്ട്, ദൈവകൽപ്പന അനുസരിച്ച് കൊണ്ട് ഈ കാസയുടെയും പിലാസയുടെയും മേൽ ദൈവവചനം ഉച്ചരിക്കുകയാണ്. ദൈവവചനം പ്രൊനൗൺസ് ചെയ്യുക. ഉച്ചരിക്കുമ്പോൾ ഇത് ഒറ്റ നിമിഷം കൊണ്ട് ഇത് രക്തവും ശരീരവുമായിട്ട് രൂപാന്തരപ്പെടുന്നു. കാരണം ദൈവവചനത്തിൻ്റെ ശക്തിയാണിത്. ഹല്ലേലൂയ. നമുക്കിത് നമ്മൾ ബൈബിൾ അടച്ചു. പണ്ട് ഞാനിങ്ങനെ ബൈബിൾ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെയുള്ളവരെന്നെ കളിയാക്കുമായിരുന്നു. പ്രൈസ് ലോർഡ്. യേശുവെ സ്തുതിക്കുന്നു. കാരണം ഞാനിങ്ങനെ ബൈബിൾ ഇങ്ങനെ വരച്ച് ഇടുമായിരുന്നു. പ്രൈസ് ലോർഡ്. വചനങ്ങൾ വരച്ച് സർവ്വത്തെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോഴാണ്ട് എന്നോട് ചോദിച്ചു, ഈ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരച്ച് മടുക്കുന്നത്? ഒരു വരയിട്ട് ബൈബിളങ്ങ് മേടിച്ചാൽ പോരെ. പ്രൈസ് ലോർഡ്. മൊത്തം വരച്ചിട്ടിരിക്കരുത്. അത് ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനേ വരികയാണ്. ട്രെയിനേ വരുമ്പോൾ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ, സാധാരണ പാസ്റ്ററല്ല, പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. പ്രൈസ് ലോർഡ്. എൻ്റെ തൊട്ടടുത്ത്. പ്രൈസ് ലോർഡ്. ശ്രീപുരത്തെ ഹല്ലേലൂയ. യേശുവേ സ്തുതി. 3 ദിവസം ഒരുമിച്ചുള്ള യാത്ര. ഈ തൃശ്ശൂർ ഇറങ്ങിയപ്പോൾ ഞാൻ ആളെ നമ്മുടെ ആളാക്കി മാറ്റി. പ്രൈസ് ലോർഡ്. പുള്ളി ഇവിടെ ഇറങ്ങി, ഞാൻ കോട്ടയത്ത് ഇറങ്ങിയത്. പ്രൈസ് ലോർഡ്. യേശുവേ സ്തുതി. എനിക്ക് നല്ല സന്തോഷം. കാരണം 3 ദിവസം അടുത്ത് കിട്ടി. പ്രൈസ് ലോർഡ്. അപ്പോൾ ആദ്യം എൻ്റെ ബൈബിളിൽ പുള്ളി വായിച്ചു നോക്കിയിട്ട് ആരാ എന്നോട് ചോദിച്ചു. പുള്ളിയുടെ ആൾ തന്നെയാണെന്ന് ഓർത്ത്. പ്രൈസ് ലോർഡ്. ബൈബിൾ കൈ പിടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കാത്തിരി പ്രീശോ. പ്രൈസ് ലോർഡ്. തുടങ്ങി ഓരോ വിഷയം പറഞ്ഞ് അവസാനം പഠിച്ചത് അവൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ഭോഗിക്കാതിരുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. വചനം നിധിയാ. നിൻ്റെ കയ്യിൽ ശരിക്കുള്ള നിധി ഉണ്ടെന്നറിഞ്ഞാൽ ആൾ വരും. ശരിക്കുള്ള നിധിയാണെന്ന് അറിഞ്ഞാലേ വരൂ. ശരിയല്ലാത്ത നിധിയും ആളുകൾക്കറിയാൻ കേട്ടോ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. 2 കരം എടുത്ത് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒറ്റകൾ യേശുവേ സ്തുതിക്കുന്നു. ആമേൻ. വചന ഹൃദയത്തെ സംഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിശാചൻ ലോകത്ത് വചനം കൊണ്ട് ഇറങ്ങും. പ്രൈസ് ലോർഡ്. എനിക്കിത് സങ്കീർത്തനം 91 പഴയ നിയമത്തിൽ എഴുതി. പക്ഷേ പുതിയ നിയമത്തിൽ ആദ്യം അത് വായിച്ചത് അത് പിശാചാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ലോർഡ്. മനസ്സിലായില്ലല്ലേ? ശ്രമത്തിൽ ഹല്ലേലൂയ. ഈശോയെ ദേവാലയത്തിന് മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവൻ പറഞ്ഞു, കർത്താവേ നീ താഴോട്ട് ഒന്നും പേടിക്കല. അതിനുശേഷം എന്നാ പറഞ്ഞ വചനം എന്താ? നിൻ്റെ പാദം പറഞ്ഞു നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ. അതെവിടെ എഴുതപ്പെട്ടതാ? അതെവിടെ എഴുതിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ എവിടെ ഇരിക്കുന്നത്? പറഞ്ഞേ. 91 സങ്കീർത്തനം ചൊല്ലുന്ന ഒരാളും കൂടിയാണ്. ആരോ യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവന് വചനം അറിയാം അവന്. അപ്പം അതുകൊണ്ട് അവൻ വരും. പക്ഷേ ഈശോ വചനമാണ്. അവന് മറ്റവന് വചനം അറിയത്തേ ഉള്ളൂ. പക്ഷേ ഈശോ വചനം അറിയാവുന്നതല്ല. ഈശോ വചനമാണ്. വചനം അറിയാതെ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരെ സൂക്ഷിക്കണം. വചനമായവരുടെ എണ്ണം കുറവാണ്. Can you follow me? Yes or no? Yes or no? Yes.
അത് പിശാചിൻ്റെ ധൈര്യം നോക്കണം. 10 വചനം പഠിച്ചിട്ട് എവിടെ നിന്നാണോ വചനം വന്ന് അവനോട് തന്നെ കണക്ക് ചോദിക്കാൻ ചെന്നിരിക്കുക. പ്രൈസ്. പലപ്പോഴും കത്തോലിക്ക സഭയിൽ നിന്നാണ് ഇവനൊക്കെ വചനം പഠിച്ചത്. പ്രൈസ്. എന്നിട്ട് സഭയെ തന്നെ വചനം പഠിപ്പിക്കച്ചില്ല. കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുവേ സ്തുതിക്കും. ഒറ്റ വിളി വിളിച്ച് യേശുവേ വിളിച്ച് 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 ആമേൻ ആമേൻ. ഇപ്പം നിങ്ങളുടെ സ്തുതിപ്പിനൊരു വ്യത്യാസമുണ്ട്. പ്രൈസ്. എന്തോ ഒരു സാധനം നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. പ്രൈസ്. ഒരു ബന്ധനം കഴിഞ്ഞു പോയിട്ടുണ്ട്. കർത്താവും നിങ്ങളുടെ കെട്ടഴിച്ച് വിട്ടിട്ടുണ്ട്. കാര്യം ഉറപ്പുള്ളതാണ്. അതിന് കാരണം വചനം കിട്ടാൻ തുടങ്ങി. ദൈവവചനം കിട്ടാൻ തുടങ്ങി. പ്രൈസ്. യേശുവേ സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുക സ്തുതിച്ചേ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുക എന്ന് വെച്ചാൽ വചനം നിറയുക, ഹൃദയത്തിൽ വചനം നിറയുക. അപ്പം അതാണ് നിധി. അതാണ് അതുകൊണ്ട് അത് കണ്ടെത്തുന്നവൻ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? ഈ നിധി വാങ്ങാനുള്ള പണം എത്ര രൂപ വേണം? ഈ സ്ഥലം മേടിക്കാൻ എത്ര രൂപ വേണം? എത്ര കോടി വേണം ചോദിക്കും. അവൻ പറഞ്ഞു ഇത് 10 കോടി രൂപ അല്ലെങ്കിൽ 100 കോടി രൂപ ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന്. അപ്പം അതുപോലെ വചനം വാങ്ങിക്കാനുള്ള എത്ര രൂപ കൊടുത്താൽ വചനം കിട്ടും? വചനം കിട്ടണമെങ്കിൽ നിന്നെ മുഴുവനായും കൊടുത്താലേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ വില. അവൻ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളത് എല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. ആ വയൽ വാങ്ങാൻ ഈ ബൈബിൾ മേടിച്ച ആ വയൽ വാങ്ങില്ല കേട്ടോ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആ വയൽ വാങ്ങുന്നത് നീ നിന്നെ മൊത്തം വയ്ക്കണം. നിന്റെ ആരോഗ്യം, നിന്റെ പണം, നിന്റെ ജീവിതം മൊത്തം കൊടുക്കണം. മുഴുവൻ കൊടുക്കണം. സ്വാർത്ഥത അഹങ്കാരമൊക്കെ കൊടുക്കണം. പാപമെല്ലാം കൊടുക്കണം. മൊത്തം വിടണം. മൊത്തം വിറ്റാൽ മാത്രമേ പറ്റുള്ളൂ. എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും കളയണം. എല്ലാ സുഖങ്ങളും കളയണം. മദ്യമൊക്കെ പൊട്ടിച്ച് കളഞ്ഞു പരിപാടി നിർത്തണം. മുഴുവൻ കൊടുക്കാതെ കിട്ടില്ല. ഇതിൻ്റെ വില നിന്റെ വിലയാണ്. ഇതിൻ്റെ വില യേശു സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുക. നീയാണതിൻ്റെ ദുഃഖം. യേശു സ്തുതിക്കുക സ്തുതിക്കുന്നു സ്തുതിക്കുക. വേറെ ദുഃഖമൊന്നുമില്ല. ചെറുപടത്തിൽ പറയും ഹല്ലേലൂയ. അല്ലാതെ ഒരു തട്ടേ കയറിയിട്ട് അപ്പുറത്തെ തട്ടയിൽ ഒരു വാഴക്കൊല വെച്ചിട്ടുള്ള ആ കൊടുക്കലുണ്ടല്ലോ. പ്രൈസ്. അത് കൊടുത്താൽ അവനും പൈസ കിട്ടും, നമുക്കും പൈസ കിട്ടും. പ്രൈസ്. പക്ഷേ ഇത് കിട്ടില്ല. കണ്ണി പൊടിയിടാൻ പറ്റും, പക്ഷെ ഇത് കിട്ടില്ല. കണ്ണി പൊടിയിടാൻ പറ്റും. നിന്റെ അതേ ദുഃഖത്തിലാണ്. നീ മുഴുവനോടെ കൊടുത്താൽ ഈ നിധി കിട്ടുള്ളൂ. ചിലവടത്ത് പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ സ്നേഹിതരൊക്കെ ആടിപ്പാടി ചാടിക്കളിച്ച ആ സമയത്ത് ഞാൻ പോയില്ല. ആർഭാടമായിട്ട് നടക്കുമ്പോൾ ഞാൻ പോയില്ല. ഒത്തിരി ആനന്ദങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ചു. ഒത്തിരി പരിപാടികളും. ഞങ്ങൾക്ക് അച്ഛനെ കഴിഞ്ഞ ശേഷം ഞാൻ ഞായറാഴ്ച സാബത്ത് ഞാൻ ആചരിക്കുന്നയാളാണ്. സാബത്തിൽ പല നിർബന്ധിക്കപ്പെടുന്ന കല്യാണങ്ങളൊക്കെ പിന്നെ ഇടവയിലാക്കി ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനുശേഷം ഞാൻ ഒരു ഞായറാഴ്ച ഒരു പരിപാടിക്ക് പോയിട്ടില്ല. എന്തെല്ലാം പരിപാടി, ബന്ധുക്കളുടെ സ്വന്തക്കളിലൊക്കെ പരിപാടി ഒക്കെ പോയിട്ടില്ല. കാരണം വില കൊടുക്കണം. അപ്പോഴേ നിധി മേടിക്കാൻ പറ്റുള്ളൂ. ആ നിധി ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. നിധിയില്ലാതെ പോയിട്ട് ഒരു കാര്യമില്ല. ഈ ജീവിതത്തിൽ ഒരർത്ഥവും ഇല്ല. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, വചനം പഠിക്കണമെങ്കിൽ ആദ്യം നീ ഒരു ശിഷ്യനാകണം. ശിഷ്യത്വം സ്വീകരിക്കാതെ പ്രസംഗം പഠിക്കുന്നല്ല വചനം പഠിക്കുന്ന. പ്രസംഗ പരിശീലനവും സുവിശേഷ പ്രഘോഷണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല. ഇതിവിടെ വില ഇതാണ്. ഈ നിധി വാങ്ങിക്കാൻ അവൻ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളത് മുഴുവൻ വിറ്റ് ബൈബിളിൽ മുഴുവൻ വിറ്റ്. ഈശോ പറഞ്ഞ വിലയതാ. ഇത്രയും വിൽക്കാമെങ്കിൽ ഇത് ഞാൻ നിനക്ക് തരാം. യേശുവേ സ്തുതിക്കുക 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 സ്തുതിക്കുക.
അപ്പോഴാണ് പരിശുദ്ധാത്മാവ്, അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിൽ അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ ജനമധ്യത്തിൽ വളരെ അടയാളം, നല്ല സഹനം ഉണ്ടാവും. മുഴുവൻ കൊടുത്താൽ പിന്നെ കുരിശുമരണം ഉറപ്പാ. യേശുവെ സ്തുതിക്കുന്നു. മൊത്തം കൊടുത്താൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, തന്നെ പിടിച്ചു നിൽക്കുക. ദൈവം മാത്രമേ കാണുള്ളൂ. അതാണ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വന്തമെന്ന് പറയാൻ ദൈവം മാത്രമേ കാണുള്ളൂ. ദൈവം മാത്രമേ അവന് സ്വന്തമെന്ന് പറയാൻ, വേറെ ഒന്നും ആരുമില്ല. അപ്പോഴാണ് ഈ കൃപ പ്രവർത്തിക്കാൻ തോന്നുന്നത്. ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു. ഒറ്റ വിളി, യേശുവെ സ്തുതിക്കുന്നു. യേശുവെ സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ വിദേശ രാജ്യങ്ങളിലൊരുത്ത് ഒരു കാത്തലിക്സ് ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലമേ അല്ല, നോൺ ക്രിസ്ത്യൻസിൻ്റെ മാത്രം രാജ്യത്ത് പോയി. ഭാഷയൊന്നും നമ്മുടെ ഭാഷയൊന്നുമല്ല കേട്ടോ. അവിടെ ചെന്നപ്പോൾ വചനം പ്രഘോഷം വളരെ അപകടം പിടിച്ചാണ്, ഭീകരപ്രവർത്തനങ്ങളൊക്കെ ഉള്ള നാടുകൾ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്നേഹിതർ പറഞ്ഞാൽ എൻ്റെ കൂടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം, ഒരു ധ്യാനം എനിക്ക് വേണ്ടി വെച്ചാൽ നമുക്ക് 2 മണിക്കൂറുണ്ട് ഇവിടുന്ന് മാറണം, മാക്സിമം 2 മണി. അപ്പം 1 മണിക്കൂർ വചനപ്രഘോഷണം, 1 മണിക്കൂർ ആൾക്കാരുടെ പ്രാർത്ഥിക്കണം, പ്രസവോഷം. അപ്പോൾ ഞാൻ മതി, പക്ഷേ 1 മണിക്കൂർ പ്രസംഗിക്കും കുഴപ്പമെന്നറിയോ, ട്രാൻസ്ലേഷനാണ് പ്രസവോഷ്. പ്രാക്ടിക്കലി പറഞ്ഞാൽ 20 മിനിറ്റ് പോലും പ്രസംഗിച്ചിട്ടില്ല. മതി. കർത്താവിനെ കൊടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് കർത്താവോടെ പ്രവർത്തിച്ചോളും. 5 ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, 10 മിനിറ്റ് കൊണ്ട് പ്രവർത്തിച്ചോളൂ. അരമണിക്കൂർ കഴിഞ്ഞു, വചനപ്രഘോഷണം കഴിഞ്ഞു, പ്രസലോഷ്. അടുത്ത് പ്രാർത്ഥിക്കുക. എന്നെ ഒന്നും അറിയുന്ന ആൾക്കാരൊന്നുമില്ല, എന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ലൊന്നുമില്ല, പക്ഷേ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടേ കർത്താവ് അടയാളം പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ പറയാറുണ്ട് എൻ്റെ സ്നേഹിതരോട്, ഞാൻ ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ മലയാളികളുടെ ഇടയിലോ ശുശ്രൂഷ ചെയ്തപ്പോൾ ദൈവം പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ 100 മടങ്ങ് സംഭവം ആ അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ കണ്ടുമുട്ടി. അവർ തിരിച്ചെന്നെ ഒരു സമൂഹം മുഴുവൻ ക്രൈസ്തവർ എന്നെ ഒരുമിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടുകയാണ്. ആകെ ഞാൻ 2 മണിക്കൂർ നിന്നുള്ളൂ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കർത്താവേ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവിടെ പ്രവർത്തിച്ചിരിക്കും.